പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ എവറായിഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പറളി ചെക്ക് ഡാമിൻ്റെ അവിടെയാണ്. ഈ കാണുന്ന ദൃശ്യങ്ങളൊന്ന് കാണും. ചുറ്റും തെങ്ങും തോട്ടങ്ങളാണ്, മനോഹരമായ തെങ്ങും തോട്ടങ്ങൾ. ആ സ്ട്രെയിറ്റ് കാണുന്ന തെങ്ങും തോട്ടത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും കൂടെ ചേരുന്നത്. ഇവിടെ മുതലാണ് ശരിക്ക് ഭാരതപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല എന്ന് പറയുമെങ്കിലും വ്യത്യസ്ത പേരുകളിലായിട്ടാണ് അത് ഒഴുകി എത്തുന്നത്, വ്യത്യസ്ത പുഴകളായിട്ട്. ഇവിടെ വെച്ച് രണ്ടും കൂടെ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കൂടെ ചേർന്ന് ഭാരതപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഇത് ഇങ്ങനെ ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. പൊന്നാനിയിൽ വെച്ച് ആണ് അറബിക്കടലിൽ ചേരുന്നത്. ഇവിടുന്ന് പറളി മുതൽ ചെറുതുരുത്തി വരെയൊക്കെ ഈ ഒരു യാത്ര ചെയ്യുകയാണ്. ഇതിൻ്റെ തീരത്തുകൂടിയുള്ള യാത്ര മനോഹരമായ ദൃശ്യങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ സൈഡ് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ മീമൂലൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ ആവോളം നുകരാം. വളരെ എല്ലാവരും യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. ഈ ഭാരതപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും കൂടെ ചേരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അടുത്ത് ഞാനൊന്ന് പോകാൻ നോക്കിയെങ്കിലും അവിടെ മുഴുവൻ വീടുകളായതുകൊണ്ട് അങ്ങോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങോട്ട് ആ സ്ഥലത്തേക്ക്, ആ എക്സാക്റ്റ് പോയിന്റിലേക്ക്. ആ കാണുന്ന സ്ട്രൈറ്റ് വരുന്ന കണ്ണാടിപ്പുഴയാണ്. ഈ ലെഫ്റ്റിൽ നിന്ന് വരുന്നതാണ് കൽപ്പാത്തിപ്പുഴ. രണ്ടും കൂടെ ചേരുന്നു. അങ്ങനെ ഭാരതപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങുന്നു. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുള്ള ഒരു പുഴയാണ് ഭാരതപ്പുഴ. നമുക്കറിയാം, തിരുനാവായ, മാമാങ്കം, ഒരു നിലപാട് തറയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂതിരിയും വള്ളൂക്കനാതിരിയും മത്സരിച്ചതും ഒരുപാട് പേര് ജീവൻ വെടിഞ്ഞതല്ല അവിടുന്ന് യുദ്ധത്തിൻ്റെ പേരിൽ. നമുക്ക് അറിയാവുന്ന കഥയാണ് മാമാങ്കം. ചുറ്റും തെങ്ങും തോട്ടങ്ങളാണ്, മനോഹരമായ ദൃശ്യങ്ങൾ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ കേരളത്തിൽ പറയുന്നതിൻ്റെ പൊരുൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഭാരതപ്പുഴയുടെ തീരത്തൂടെ നമ്മൾ സഞ്ചരിക്കണം. അതേപോലെ പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് ശരിക്കും അർത്ഥം മനസ്സിലാകാൻ സാധിക്കും. പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്ന വയലേലകൾ, തെങ്ങിൻ തോട്ടങ്ങൾ വളരെ മനോഹരമാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്താലേ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ഈ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യം ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ചെക്ക് ഡാമിൻ്റെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്നൊന്ന് നോക്കുകയാണ്. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതിൽ കൂടെ ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്, നോക്കട്ടെ. വെള്ളമാണ്. അവിടെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ആ നീളത്തിലുള്ള കോലൊക്കെ ഇട്ട് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുകയാണ്. ആ അറ്റത്ത് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു
തിട്ടുണ്ട്, അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടാണ് അതിൽ നടക്കാൻ. ഞാനത് തിരിച്ചു പോവുകയാണ് അവിടുന്ന്. ചെറിയൊരു തിട്ടാണ്, അതിൻ്റെ സൈഡിൽ കൂടെ നടക്കണം. ചില വഴിക്ക് വീഴുമെന്ന് ഒരു പേടി. ആ സ്ട്രൈറ്റ് കാണുന്ന അവിടെ നമ്മൾ കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും കൂടെ ചേർന്ന് ആ തെങ്ങിൻ തോട്ടം സ്ട്രൈറ്റ് കാണുന്നത് അവിടെയാണ്. ലെഫ്റ്റിൽ നിന്ന് വരുന്നിടത്ത് മറ്റേ കൽപ്പാത്തിപ്പുഴ, സ്ട്രൈറ്റ് ഇങ്ങനെ കാണുന്നതാണ് കണ്ണാടിപ്പുഴ വന്ന് ചേരുന്നത്.